എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാലക്കുടി ഫൊറോന പള്ളിയിൽ ഒരുപാട് പേര് പ്രാർത്ഥിക്കാൻ വരാറുണ്ട്, കുർബാനയ്ക്ക് വരാറുണ്ട്. പട്ടണമായതുകൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളാണ് പ്രാർത്ഥിക്കാനൊക്കെ വരുന്നത്. ഏകാന്തമായി ചാലക്കുടി പള്ളിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇന്നൊരു റാസാ കുർബാന ഉണ്ടായിരുന്നു. ആ കുർബാനയുടെ അവസാന ഭാഗത്ത് ഒരു വല്യപ്പൻ്റെ അടുത്തിരുന്ന് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ചേട്ടൻ, ആ ചേട്ടൻ ഒരു വല്യപ്പൻ്റെ അടുത്തിരുന്ന് റാസാ കുർബാനയുടെ അവസാന ഭാഗങ്ങളിൽ കുർബാനയിൽ പങ്കുകൊണ്ടു. അതിനുശേഷം കുർബാന കഴിഞ്ഞപ്പോൾ എല്ലാവരും പോയി. പക്ഷേ ആ ചേട്ടൻ അവിടെ തന്നെ ഇരുന്നു, ധ്യാനാത്മകമായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അതിനുശേഷം തൊട്ടപ്പുറത്ത് ബെഞ്ചുകൾ ഇട്ടിരിക്കുന്ന സ്ഥലത്ത് പോയി 2 പ്രാവശ്യം കുരിശ് വരച്ചിട്ട് ആ ചേട്ടൻ അവിടെ ആ ബെഞ്ചിൽ പ്രത്യേകം ഒരു ബെഞ്ച് മാത്രം സെലക്ട് ചെയ്തിട്ടാണ് ആ ബെഞ്ചിൻ്റെ അവിടെ ഇരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവിടെ എന്തോ ഒരു സാധനം അവിടെ കാണുന്നുണ്ട് ആ ചേട്ടൻ. അങ്ങനെ കുറച്ചു നേരം ആ ചേട്ടൻ അത് നോക്കി പിറകിലേക്കൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ ചേട്ടൻ ആരെങ്കിലും വരുന്നുണ്ടോ എന്നുള്ള സംഗതിയൊക്കെ നോക്കിയിട്ടായിരിക്കാം, ചിലപ്പോൾ ഒരുപക്ഷെ ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടായിരിക്കാം. അങ്ങനെ ആ ചേട്ടൻ പതുക്കെ അവിടെ ഇരുന്ന്, അതൊരു മൊബൈൽ ഫോണായിരുന്നു, ഏതൊരു ചേട്ടൻ മറന്നു വെച്ചൊരു മൊബൈൽ ഫോണോ ആണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ആ മൊബൈൽ ഫോൺ അദ്ദേഹത്തിൻ്റെ ബാഗിലേക്ക് അത് മാറ്റി. ഒരുപക്ഷെ ഈ മൊബൈൽ ഫോൺ അവിടെ ഇരിക്കുന്നു കഴിയുമ്പോൾ വേറെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോവുകയോ നശിപ്പിക്കാൻ ശ്രമിക്കുകയോ മറ്റെന്തെങ്കിലും ചെയ്താലോ എന്നുള്ളൊരു നന്മ കണ്ടിട്ടാകാം ഈ ചേട്ടൻ അങ്ങനെ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ അരൂപിയിൽ ചിന്തിക്കണമല്ലോ. അതിനുശേഷം ആ ചേട്ടൻ പള്ളിയുടെ പുറത്തേക്ക് പതുക്കെ മന്ദം പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം അദ്ദേഹം ഫോൺ വിളിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഒരുപക്ഷെ ഉടമസ്ഥനെ തേടിക്കൊണ്ടുള്ള ഫോൺ വിളി ആയിരിക്കാം. അപ്പോഴും ആ ഫോൺ ബാഗിൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ ചേട്ടനെ കാണാനായിട്ട് കുഴപ്പമൊന്നുമില്ല, നല്ല ഒരു ചുള്ളനാണെന്ന് വേണമെങ്കിൽ പറയാം. കുഴപ്പമില്ല, അദ്ദേഹം ഫോണൊക്കെ വിളിച്ച് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു തീരുമാനമെടുക്കാനായിട്ടുള്ളൊരു എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു, നമുക്കറിയാലോ. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹം അവിടെ അധികം നേരം ഫോൺ വിളിക്കാൻ നിന്നില്ല, നേരെ പ്രാർത്ഥിക്കാൻ വേണ്ടി നിത്യാരാധന കേന്ദ്രത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നു. അങ്ങനെ നിത്യാരാധന കേന്ദ്രത്തിൻ്റെ അകത്ത് ചെന്ന് അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കാനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങി. അപ്പോഴും ആ മൊബൈൽ ഫോൺ അദ്ദേഹത്തിൻ്റെ ബാഗിൻ്റെ ഉള്ളിലുണ്ട്. അദ്ദേഹം അവിടെ ഇരുന്നു, കുറച്ച് നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, എന്ത് തീരുമാനം എടുക്കണം, ഉടമസ്ഥനെ എത്രയും പെട്ടെന്ന് ഏൽപ്പിക്കണം എന്നുള്ള ചിന്താഗതിയൊക്കെയാണ് ആ ചേട്ടന് തോന്നിയത്. ഇത്രയും നേരത്തെ കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ അതിനുശേഷം ആ ചേട്ടൻ പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് ആ ചേട്ടൻ. എന്തായിരുന്നാലും ചേട്ടൻ ഒരു കാര്യം പറയാനുള്ളത്, പള്ളിയിൽ നിന്ന് ചേട്ടൻ മൊബൈൽ ഫോൺ എടുത്തു, മറ്റുള്ളവൻ്റെ വസ്തുവാണ്, അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത് എന്നുള്ളൊരു കൽപ്പന ചേട്ടൻ ലംഘിച്ചതായിട്ട് എനിക്ക് തോന്നുന്നു. കുഴപ്പമില്ല, ചേട്ടൻ അത് എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഈ ചേട്ടൻ്റെ ഈ നന്മരമായിട്ടുള്ള ഈ ചേട്ടൻ്റെ മുഖം ആർക്കെങ്കിലും പരിചയമുണ്ടെങ്കിൽ വേണ്ടപ്പെട്ടവരെ അറിയിക്കുക. നന്ദി ചേട്ടൻ.